നമസ്കാരം സാർ, എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വരുന്നത്. സാർ തന്നെ നമ്മുടെ മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വേറെ വാക്കുണ്ട്. നമ്മൾ എല്ലാവരും കക്കൂസ് പണിയുന്നവരാണ്, പക്ഷേ കക്കൂസ് കഴുകാറില്ല എന്നുള്ള കാര്യം. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിൽ എടുത്തു പറയത്തക്ക ഒരു നിർമ്മിതി എന്ന് പറയുന്നത് കൈനകരിയിൽ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ടായിരുന്നു. അത് 6 വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. വളരെയധികം പേര് അവിടെ വരുന്നുണ്ട്. എന്നാൽ ആ ഈ 6 വർഷത്തിനിടയ്ക്ക് അവിടെ ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ചുറ്റുപാടുമുള്ള റെയിലിങ്സ് എല്ലാം തുരുമ്പിച്ച് നശിക്കാറായിരിക്കും. സാറ് പറഞ്ഞതുപോലെ എങ്ങനെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ ആരാണ് ഇതിൻ്റെ മാനേജ്മെന്റ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇത് പണിയുമ്പോൾ ചിലപ്പോൾ MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ പണിത് കഴിയും, പക്ഷേ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? എങ്ങനെ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളും മറ്റ് സർക്കാർ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്ന സമയത്ത് പെയിന്റ് ചെയ്യും, പിന്നെ പെയിന്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവായ ഒരു മുന്നേറ്റം കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മറ്റോ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഏറ്റെടുക്കുക. അതിൻ്റെ ആ ടെർമിനലിൽ വന്നെടുക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതിനുള്ള ചുമതലയും അവർക്ക് കൊടുക്കുക. അവർ ആ പ്രദേശത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സഹകരണ സംഘം അതിൻ്റെ മെയിൻ്റനൻസും ചുമതല വഹിക്കുക. അതല്ലാതെ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ചുമതലയിലാണെങ്കിൽ അതിന് താഴത്തെ തട്ടുവരെ അതിനൊരു ഭരണ സംവിധാനം ഉണ്ടാകും. നമുക്ക് എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലില്ല. അത് തന്നെയുമല്ല, നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിലെ പല പോരായ്മകളുടെ ഭാഗമായി ഈ നിർമ്മിച്ച സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ചട്ടങ്ങളിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരും ബോധേഡല്ല. ശരിക്കും ഒരു 2 വർഷം പുതിയ ഒന്നും നിർമ്മിക്കാതെ ഉണ്ടാക്കിയതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തുകയും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മാത്രം മന്ത്രിമാരും MLA-മാരും MP-മാരും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഫെസിലിറ്റികളും പഴയതിനേക്കാൾ ഗംഭീരമാണ്. കാരണം നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകൾ മുതൽ ബസ് ഷെൽട്ടറുകൾ മുതൽ വിമാനത്താവളങ്ങൾ വരെയുള്ള ഭാഗങ്ങളിലെ മെയിൻ്റനൻസിൻ്റെ പോരായ്മ പലപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടിയാടിയതൊക്കെ നമ്മൾ വാർത്ത വായിച്ചല്ലോ. വിമാനത്താവളങ്ങളല്ല, ബസ് ഷെൽട്ടറുകളല്ല. അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. MLA-മാരും MP-മാരും ആ ഫണ്ടിന് നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. ഹായ് സർ, ഗുലാം എന്നാണ് പേര്, മലപ്പുറമാണ് സ്ഥലം. എനിക്ക് സാറ് ഈ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, ഞാൻ 2 കൊല്ലം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അതായത് നമുക്ക് നല്ല രീതിക്ക് പണിയാൻ അറിയാം, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ചോദിക്കുന്നു, KSRTC പോലുള്ളൊരു നല്ലൊരു ഓർഗനൈസേഷൻ, നല്ല അവർക്ക് എല്ലാം ഉണ്ട്, അതായത് ഫെസിലിറ്റി ഉണ്ട്, ബസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, അതിനൊക്കെ പണിയെടുക്കാനുള്ള ആൾക്കാരുമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി കടമെടുത്തിട്ടായാലും ഫണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറുമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റുന്നില്ല? ഒരുപാട് പേര് മാറി മാറി വന്നു, പല ട്രൈയും നടത്തി, എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല? രണ്ടാമതൊരു കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാവർക്കും അറിയാം, മെയിൻ്റെയിൻ ടൈം ഏകദേശം കഴിഞ്ഞു. ഈ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മൾ റിസ്ക് മെയിൻ്റെനൻസിലുള്ള സാധനമാണ്. അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ സാറിന് അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് നന്നാവും. താങ്ക് യു. ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതിന്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതിന്, സോറി, ഞാൻ അല്ല, നിങ്ങൾക്കറിയുന്ന അത്രയൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ അതിനെക്കുറിച്ച്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടോ ധനകാര്യമന്ത്രിയോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്.